ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമല്ലേ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷം ആദർശ് എല്ലാവരുടെ അടുത്തും പൂവല്ലേ ഇവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദർശ് പോയിട്ട് ഒരു ജ്വല്ലറിയുടെ ഒരു ബോക്സുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട വശം തന്നെ ദേവിയേനെ ചോദിക്കുകയാണ്, മോനെ എന്താണ് ഇതിലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൽക്കമ്മ, എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയാമെന്ന് പറയുകയാണ്. എന്നിട്ട് ആദർശ് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്, ഇത് എൻ്റെ ഒരു കമ്പനിയിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു കോൺട്രാക്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. അത് നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു തരത്തിലൊക്കെയാണ് പോയിരുന്നത്. അവസാനമായപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആഭരണങ്ങൾ കോൺട്രാക്റ്റ് കിട്ടിയതിന് ശേഷം ഡിസൈൻ ചെയ്ത ആദ്യത്തെ ഒരു മാലയാണ്. അപ്പോൾ അതിന് കാരണക്കാരായ ഒരാൾ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവർക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട വശം തന്നെ നവ്യാണെന്നുണ്ടെങ്കിൽ അബിയോട് പറയുന്നുണ്ട്, അബി നീയല്ലേ ഈ ഡിസൈന് ചെയ്തത്, അപ്പോൾ അതെന്തായാലും ആ ഗിഫ്റ്റ് നിൻ്റെ ഭാര്യയായ എനിക്ക് തന്നെ തരാനുള്ളതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അമിത ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് നവ്യ. ആ സമയം അബി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ദൈവമേ, ഇവളുടെ മുമ്പിൽ വലിയ ആളാവാനായിട്ട് ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഈ ആദർശേട്ടൻ ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഇപ്പം ആകെ പണി പാടിയല്ലോ എന്നും പറഞ്ഞിട്ട് അബി അവിടെ നിൽക്കുകയാണ്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, ഈ ഡിസൈനിൽ കറപ്ഷനൊക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത് നയനയാണ്. അതുകൊണ്ട് ഈ ഒരു ഓർണമെൻറ്റ്, ഫസ്റ്റത്തെ ഈ ഒരു ഓർണമെൻറ്റ് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവിയ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നാവുന്നില്ല. പക്ഷേ നവ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഷോക്കാവുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്താണ് ആദർശ് ഈ പറയുന്നത്, ഈ ഡിസൈൻ വരച്ചത് അബിയല്ലേ, എന്നിട്ട് ആ ഒരു ക്രെഡിറ്റ് മുഴുവനും നയനയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇവൻ കാരണം ആ കോൺട്രാക്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ മാല തരേണ്ടത് എനിക്കല്ലേ, എന്നിട്ടിപ്പോൾ നയനയ്ക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത് കേൾക്കാത്ത പോലെ അബിയോട് ചോദിക്കുന്നുണ്ട്, അബി എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ആദർശ്, ഈ ഒരു മാല ചെയ്യാനായിട്ട് പ്രധാന കാരണമായ നയനയെ അഭിനന്ദിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ഒരു ലെറ്ററും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് വന്നിരുന്നപ്പോൾ ആ കോൺട്രാക്ടർ ആയിട്ടുണ്ടായിരുന്ന ആ ആൾക്കാർക്കും അതേപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പവിത്രയ്ക്കും അബിക്കും അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും അറിയാം ആരാണ് ഈ ഡിസൈൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം. നവിക്ക് അത്ര വലിയ സംശയമാണെങ്കിൽ ഈ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കുകയാണ്. ആ ലെറ്റർ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നവിക്ക് അബി ഇത് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണെന്നുള്ളൊരു കാര്യം. അങ്ങനെ നവ്യ അതോടുകൂടി മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതെന്തായാലും അർഹതപ്പെട്ട ആൾക്ക് തന്നെ കൊടുക്കണം, എന്നാലേ അതിനൊരു പൂർണ്ണത എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഗിഫ്റ്റ് നയനയ്ക്ക് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാലോചിക്കുക, വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ മോനെ അപമാനിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടും ഇവൻ അപമാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ, വെറുതെ ആവശ്യമില്ലാതെ എന്ന് പറയുകയാണ്, മനസ്സിലാലോചിക്കുകയാണ്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് കൈ കൊടുക്കാൻ പോകുമ്പോൾ മോനെ അവളുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്, നീ അവളെ കഴുത്തിലത് അണിയിച്ചു കൊടുക്കുന്ന മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ജയനും പറയുന്നുണ്ട്, അതേ മോനെ, അതാണ് ശരി, ഇപ്പോൾ ഒരു പൂജയൊക്കെ കഴിഞ്ഞിരിക്കല്ലേ, അപ്പോൾ അവളെ കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കേണ്ട ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കാനായിട്ട് ജയനും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ കലി കയറി നിൽക്കുകയാണ്. അപ്പോൾ അവളൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ ജാനകിയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നമ്മുടെ നയനേനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആദർശിൻ്റെ അടുത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആ ഗിഫ്റ്റ് നീ തന്നെ അവളെ അണിയിക്കൂ എന്നെല്ലാവരും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൾക്കാണ് ആ ഗിഫ്റ്റ് എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കിങ്ങനെ വില കൂടിയ ഗിഫ്റ്റുകളൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഇത് നീ ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനടുത്ത് കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് പറയാണ് മുത്തശ്ശൻ, നീ അത് അണിയിക്ക് എന്ന് പറയുമ്പോൾ ആദർശ് ആ മാല എടുത്തിട്ട് നയനയുടെ കഴുത്തിലേക്ക് അണിയിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നയനയെയും ആദർശിനെയും കാണിച്ചുകൊണ്ട് പത്തരംമാറ്റിലെ മറ്റൊരു പുത്തൻ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഓരോ ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. വീഡിയോയുടെ തുടർച്ച കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരംമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.